എടാ ഡോറിമോനെ, നിന്റെ മുഖി ഇടിച്ച് ഞാൻ പൊളിക്കൂടാ. എന്റെ മുഖി ഇടിച്ച് പൊളിക്കൂന്നാ? എടാ നോക്കിക്കോടാ, ഫസ്റ്റ് പഞ്ചിൽ തന്നെ നിന്നെ നോക്കൗട്ട് ആക്കും ഞാൻ. അന്നാ അതൊന്ന് കാണണോലോടാ, കാണണോലോ. ഡോറിമോനെ, ഇന്നാ പിടിച്ചോടാ എന്റെ പഞ്ച്, ഇന്നാ പിടിച്ചോ. എടാ നിന്നെ അടിച്ച് നിന്നെ പുറത്താക്കിട്ടുണ്ടാ. ജയിച്ചടാ, ജയിച്ച്. ഫയൽമാൻ ജയിച്ച്. സുമേഷ് സാറേ ഇപ്പൊ ഷിൻചാനെയും കൊണ്ട് പോകാനോ? അവന്റെ ഇവിടെ ബോക്സിംഗ് പ്രാക്ടീസ് ആണ്. അവനാണ് നമ്മുടെ സ്കൂളിനെ റെപ്രസെന്റേറ്റ് ചെയ്ത് നമ്മുടെ ഒരു ജില്ലാ ടൂർണമെന്റ് കളിക്കാൻ വേണ്ടി പോണത്. ഈ പ്രാക്ടീസ് സമയത്ത് തന്നെ അവനെ കൊണ്ടുപോകണമെന്നോ? എന്തായാലും കുഴപ്പമില്ല, അവനെ വിളിക്കാം. എടാ ഷിൻചാനെ മോനെ, ഇങ്ങ വന്നേടാ, ഇങ്ങ വന്നേ. എടാ ഡോറിമോനെ, സാറ് വിളിച്ചുകൊണ്ട് ഞാൻ പോകുന്നു. ബോക്സർ ഷിൻചാൻ, സാറ് ചിലപ്പോ എന്റെ ഇടി കണ്ടിട്ട് ബോധം പോയി കാണും. അതിനായിരിക്കും ചിലപ്പോ എന്നെ വിളിക്കണത്. എന്തായാലും സമയമില്ല, ഓടിച്ചെല്ലാം. സാറേ, എന്താ സാറേ വിളിച്ചത്? എന്താ കാര്യം? എടാ ഷിൻചാനെ, എടാ നിന്റെ പാരന്റ്സ് ആണ് ഈ പുറത്ത് വന്നിട്ടുണ്ട്. നിന്നെ കൊണ്ടുപോകാൻ വേണ്ടി വന്നേക്കണത്. എടാ പുറത്തേക്ക് ചെല്ല്. ഇപ്പഴാണോ വന്നത്? ഞാനൊന്ന് ബോക്സിംഗ് ഒക്കെ ചെയ്തൊന്ന് വാമപ്പായി സെറ്റ് ആയിരിക്കുകയാണ്. എന്തായാലും കുഴപ്പമില്ല, ചെന്ന് നോക്കാം. എന്തെങ്കിലും പരിപാടിക്കായിരിക്കും. ഈ ക്ലാസ് ഒക്കെ ഉള്ളപ്പോഴൊന്നും ഈ ഫ്രാങ്ക്ലിൻ വന്ന് എന്നെ വിളിച്ചോണ്ട് പോവില്ല. ഇതുപോലത്തെ നല്ല നല്ല പരിപാടികളൊക്കെ വരുമ്പോൾ എന്നെ വിളിച്ചോണ്ട് പോകത്തുള്ളൂ. ഇതെന്താ ഒരു ഓഫ് റോഡ് വണ്ടിയൊക്കെയായിട്ടാണല്ലോ ഫ്രാങ്ക്ലിൻ വന്നേക്കണത്. നിക്കണ് ഒരു ആന വണ്ടി. ഫ്രാങ്ക്ലിനെ, എന്തിനാ ഫ്രാങ്ക്ലിൻ എന്നെ സ്കൂളിൽ നിന്ന് വന്ന് വിളിച്ചത്? എനിക്കിന്ന് ബോക്സിംഗിന്റെ പ്രാക്ടീസ് ഉള്ളതല്ലേ ഫ്രാങ്ക്ലിനെ. എന്റെ പൊന്ന് ഷിൻചാനെ, നിന്റെ ഒരു പ്രാക്ടീസ്, ബോക്സിങ്ങിന് പ്രാക്ടീസ് ഇല്ലെങ്കിൽ തന്നെ നീ തന്നെ ജയിക്കണമെന്ന് എനിക്കറിയാം. എടാ ഷിൻചാൻ, നിന്നെ വന്ന് വിളിച്ച എന്താണെന്നറിയാമടാ? നമ്മളൊരു സ്ഥലത്ത് പോകാൻ വേണ്ടി പോവാടാ, ഒരു പിക്നിക്കിന്. അത് നിന്റെ ഒരു ഫേവറേറ്റ് സ്ഥലമാണ്. എന്റെ ഫേവറേറ്റ് സ്ഥലം? എന്റെ ഫേവറേറ്റ് സ്ഥലം എന്ന് പറഞ്ഞാ ഇനി ജിമ്മി മുത്തച്ഛന്റെ വീടാണോ? ജിമ്മി മുത്തച്ഛന്റെ വീട് വല്ല ആണോ? എടാ അത് തന്നെ, ജിമ്മി മുത്തച്ഛന്റെ വീട് തന്നെ. ജിമ്മി മുത്തച്ഛൻ ഉണ്ടല്ലോടാ, മറ്റേ USA നേരെ സിറ്റിയിലേക്ക് വന്നിട്ടുണ്ട്. പുള്ളിനെ കാണാൻ വേണ്ടി പോവാ നമ്മള്. ജിമ്മി മുത്തച്ഛന്റെ വീട്ടിൽ പോകാം, ജിമ്മി മുത്തച്ഛന്റെ വീട്ടിൽ പോകാം. സെറ്റ് സെറ്റ്. ഫ്രാങ്കിലെ വണ്ടി എടുക്ക്, നമുക്കിന്ന് നേരെ പോവാം അങ്ങോട്ട്. ആടാശിക്കാണ്, നമുക്ക് നേരെ പോ. വണ്ടി കയറ് ഗൈസ്. നമുക്കാണെങ്കിൽ നേരെ ജിമ്മി മുത്തച്ഛന്റെ വീട്ടിൽ പോണം. അതിനു മുന്നേ ഒരു കാര്യമുണ്ട്. എടാ ഷിൻചാനെ, നമുക്കാണെങ്കിൽ ഡ്രസ്സൊക്കെ എടുക്കണോടാ. ഡ്രസ്സൊക്കെ എടുത്തിട്ട് നമുക്ക് ആ വഴി നേരെ എയർപോർട്ടിൽ പോകണം. പക്ഷെ എയർപോർട്ട് അല്ലല്ലോ, റെയിൽവേ സ്റ്റേഷനിൽ പോകാം. എന്നിട്ട് വേണം നമുക്ക് ജിമ്മി മുത്തച്ഛന്റെ വീട്ടിലേക്ക് പോകാനായിട്ട്. ഫ്രാങ്കിളിനെ, നമുക്ക് നേരെ പോയി ഡ്രസ് എടുക്കാം. എന്നിട്ട് നമുക്ക് എയർപോർട്ടിൽ പോകാം. എയർപോർട്ടിൽ നിന്ന് ഫ്രാങ്കിളിൻ പറഞ്ഞ പോലെ ഞാനും മാറി മാറി പറയുവാണ്. നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോവാം. പണ്ടാ ഞാൻ റെയിലിൽ പോയേക്കണത്, പിന്നെ ഞാൻ ട്രെയിനിലൊന്നും പോയിട്ടില്ല. എനിക്ക് ട്രെയിനിൽ കയറാനായിട്ട് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റിൽ ഇരിക്കുക ഫ്രാങ്കിളിനെ. ട്രെയിനിൽ കൊച്ചിയിലെ കയറിയതാ. ഫ്രാങ്കിളിന്, ഇവിടെ ഒരു തുണിക്കട ഉണ്ടല്ലോ, ഇവിടെ ചവിട്ട് ഫ്രാങ്കിളിനെ, ഇവിടെ ചവിട്ട്. ഗൈസ്, അപ്പൊ നമ്മളാണെങ്കിൽ ഇത് ഡ്രസ് ഷോപ്പ് എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പൊ ഞാൻ പോയിട്ട് ഡ്രസ്സും കാലിലൊക്കെ ഇടട്ടെ ഗൈസ്. ഇതാണ് നമ്മുടെ പുതിയ ഡ്രസ് ഷോപ്പ്, നമ്മുടെ പുതിയ സിറ്റിയെ പുതിയ ഡ്രസ് ഷോപ്പാണ്. അപ്പൊ ഞാൻ പോയിട്ട് ഡ്രസ്സൊക്കെ ഇട്ടിട്ടൊന്ന് വരാട്ടോ ഇപ്പൊ. ഗൈസ്, അപ്പൊ നമ്മളാണെങ്കിൽ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. എടാ ഷിൻചാനെ, എടാ എന്റെ പുതിയ ഡ്രസ്സ് എങ്ങനെ ഇടാ? നിനക്ക് എത്ര മാർക്ക് തരാൻ പറ്റും ഈ ഡ്രസ്സിന്? ഫ്രാങ്കിൾ, എനിക്ക് ഭയങ്കര രീതിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിന് 10 മാർക്കേനെ അല്ലേ ഗൈസ്? ഇതിന് 10 മാർക്കല്ലേ? ആദ്യമായിട്ട് ഫ്രാങ്കിളിന് ഇത്ര ഡീസന്റ് ആയിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് ഇട്ടാണ് ഞാൻ കണ്ടേക്കണത്. എനിക്ക് തോന്നണില്ല മുത്തച്ഛനെ വീട്ടിൽ പോണോണ്ടായിരിക്കും. അല്ലെങ്കിൽ ഫ്രാങ്കിളിൻ മറ്റേ കൂടുതൽ ഡ്രസ്സൊക്കെ ഇട്ടല്ലേ അടക്കണത്. ഷിൻചാനെ, നീ പറഞ്ഞ കറക്റ്റ് തന്നെ. മുത്തച്ഛന്റെ വീട്ടിൽ പോണോണ്ടാ ഞാൻ ഇത്ര ഡീസന്റ് ആയിട്ട് ഒരു കോട്ടൊക്കെ ഇട്ട് നല്ല ഡ്രസ്സും തൊപ്പിയൊക്കെ വെച്ച് നടക്കണത് ഗൈസ്. അല്ലെങ്കിൽ മുത്തച്ഛനാണെങ്കിൽ വഴക്കൊരു, പുള്ളിയാണെങ്കിൽ ഭയങ്കര കലിപ്പാണ്. എടാ ബാട വണ്ടി കയറി. ഇനി നമുക്ക് നേരെ ആ റെയിൽവേ സ്റ്റേഷനിൽ പോകണം. അവിടെ പോയി ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ട്. നമുക്ക് നേരെ അങ്ങോട്ട് പോകണം. പിന്നെ വേറെ കാര്യം, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ടോ ഗൈസ്. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ ചങ്ക് വണ്ടിയാണ് ഈ വണ്ടി. ഫ്രാങ്കിളിനെ നിർത്തിക്ക്. ഈ വണ്ടിയിൽ നിങ്ങളുടെ നമ്പർ പ്ലേറ്റ്, ഈ നമ്പർ പ്ലേറ്റ് നിങ്ങളുടെ പേര് അടിക്കണമെങ്കിൽ ഗൈസ് നിങ്ങളുടെ പേര് തന്നെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി. കൂടാതെ ചാനൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.
അപ്പൊ നമുക്ക് നേരെ എയർപോർട്ടിൽ എയർപോർട്ടിൽ നിന്ന് എന്താ ഫ്രാങ്കിലെ എയർപോർട്ടിൽ വന്നത് എന്തോ ദുശകനം ഉണ്ടെന്ന് എനിക്ക് തോന്നണത്. നമുക്കാണെങ്കിൽ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാ ഫ്രാങ്കിലെ. വണ്ടി കത്തിച്ച് വിട്, കത്തിച്ച്. ഓ ഗൈസ്, അപ്പൊ അങ്ങനത്തെ വണ്ടി ഓടിച്ച് ഇവിടം വരെ എത്തി. ദേ ട്രെയിൻ പോണ് ഗൈസ്. എന്റെ പൊന്ന്, എടാ ഷിൻജാനെ, എടാ ട്രെയിൻ പോണ്ട, എടാ വെക്കുന്നിറങ്ങ്. എന്റെ പൊന്ന്, പണി കിട്ടി. എടാ ഷിൻജാനെ, വാടാ. എന്റെ പൊന്ന്, ഓശേ, ട്രെയിൻ ആണെങ്കിൽ നിർത്താതെ പോയല്ല. എടാ ഷിൻജാനെ, നമ്മള് വരാൻ ലേറ്റ് ആയി പോയടാ. എടാ ട്രെയിൻ നിർത്താതെ പോയടാ. ഇനി ട്രെയിനൊന്നും ഇല്ല ഇനി അങ്ങോട്ട് പോവാനായിട്ട്. ട്രെയിൻ ഇല്ലെന്നാ ഇനി എന്ത് ചെയ്യും ഫ്രാങ്കിളിനെ? ട്രെയിൻ ആണെങ്കിൽ പോവുകയും ചെയ്ത്. ഓ, ഇനി പണി കിട്ടും. നമുക്കിനി അങ്ങോട്ട് എങ്ങനെ പോവാനാ? എയ്റോപ്ലെയിന് പോകാനുള്ള പൈസയൊന്നും നമുക്കില്ല. ഇനി എന്ത് ചെയ്യും ഫ്രാങ്കിളിനെ? എന്ത് ചെയ്യും? എടാ നമുക്ക് ഇവിടെ ആരെങ്കിലും ചോദിക്കാടാ. ഇവിടെ ആരെങ്കിലും കാണുമോ എന്തോ. എല്ലാവരും ആണ് ഉണ്ടായിരുന്ന ആ ട്രെയിനിൽ കയറി പോയിന്ന് എനിക്ക് തോന്നണത്. ചിലപ്പോ ഈ സ്റ്റേഷനിൽ നിർത്താത്ത വല്ലാണ്, എനിക്കറിയാൻ പാടില്ല. ഓ, സ്റ്റേഷൻ മാസ്റ്റർ ആണ് ഈ പൊക്കത്ത് കാണും. ആ പുള്ളിയോട് ചോദിച്ചു നോക്കാം. ഹലോ മാസ്റ്റർ, സ്റ്റേഷൻ മാസ്റ്റർ, ഹലോ. ഏത് വള്ളിക്കേസാണ് വന്നേക്കണത്? ആരോ വന്നിട്ടുണ്ടല്ലോ ഈ പട്ടിക്കാട്ടിൽ. ഇവന്മാരാരാ ട്രെയിൻ കയറാൻ വേണ്ടി ഇവിടെ വന്നേക്കണ? എടാ നീയൊക്കെ ഏതാടാ ട്രെയിൻ കയറാൻ വേണ്ടി ഇവിടെയാണാ വന്നേക്കണത്? ഓ, ദേ ട്രെയിൻ പോണ്. ആ പോട്ടെ, ട്രെയിൻ പോട്ടെ. ആ എടാ എന്താ നീ ഇവിടെ വന്നത്? എന്ത് കാര്യത്തിനാ? സാറേ, ഇവിടെ വന്നെ എന്തിനാ സാറേ? നമുക്ക് ട്രെയിനിൽ കയറി പോകാൻ വേണ്ടി വന്നേ. നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. അപ്പൊ അതിന് വേണ്ടി വന്നേ സാറേ. എന്റെ പൊന്നു മോനെ, നീ വന്നത് കറക്റ്റ് സമയത്താ. ഇന്നാണെങ്കിൽ ഉണ്ടല്ലോ ഒരു സ്ഥലത്തേക്ക് പോകാൻ പറ്റൂല. കാരണം എന്താണെന്നറിയാവോ? ഇന്ന് പാസഞ്ചർ ട്രെയിൻ ആണെങ്കിൽ അവധി. ഇന്ന് ഹർത്താലാ. ഇന്നാണെങ്കിൽ പോണത് ഇതുപോലത്തെ ഗുഡ്സ് ട്രെയിൻ മാത്രമേ ഉള്ളൂ. ഗുഡ്സ് ട്രെയിനും അതുപോലെ കൽക്കരി ട്രെയിനൊക്കെയാ പോകത്തുള്ളൂ. എടാ നിനക്ക് എവിടെ പോവാനാ? എനിക്ക് കായോയില് പോവാനാ. കായോയോ? എടാ കായോയിലേക്കുണ്ടല്ലോ ഒരു വണ്ടി പോണുണ്ട്. പക്ഷേ ഉണ്ടല്ലോ അത് മനുഷ്യന്മാർക്ക് പോകാൻ പറ്റിയ വണ്ടിയല്ല. ഇവിടെ നിന്നുള്ള മൃഗങ്ങളൊക്കെ കൊണ്ടുപോകാനുള്ളയാ. പശു, ആട്, പോത്ത് അങ്ങനത്തെ സാധനത്തിനെ കൊണ്ടുപോകുന്ന ഒരു ട്രെയിൻ ഉണ്ട്. അത് മതിയോ? ഓ, ദേ പോണ കണ്ടോ, ഇതേപോലത്തെ ട്രെയിൻ ഉണ്ട്. മതിയോ? മൃഗങ്ങളെ കൊണ്ടുപോണ വണ്ടിയാ? എന്താ സാറേ പറയണത്? മൃഗങ്ങളെ കൊണ്ടുപോകാൻ ഞങ്ങളല്ല മൃഗങ്ങളാ. അങ്ങനെ പറഞ്ഞു കൊടുക്ക് ഫ്രാങ്കിളിനെ. എന്റെ പൊന്നു സാറേ, മൃഗങ്ങളെ കൊണ്ടുപോണ വണ്ടിയിലേക്ക് ഞങ്ങളുടെ പട്ടി പോവും, പട്ടി. അയ്യോ, എന്തൊരു മണം ഈ പശുവിന്റെ അടുത്ത്. ചാണകത്തിന്റെ മണം. എന്റെ ഫ്രാങ്കിളിന്, ഞാനില്ല ഈ റൈഡിന്. എന്നെ കൊണ്ട് വയ്യ ഫ്രാങ്കിളിന്. ആടാ ഷിൻജാൻ, നിനക്ക് ഞാൻ അങ്ങനെയാണെങ്കിൽ നിനക്ക് എയ്റോപ്ലെയിൻ വെച്ച് തരാം. നീ അതിന്റെ അകത്ത് കയറിപ്പോ. ഈ വണ്ടി തന്നെ കിട്ടിയത് എന്തോ ഭാഗ്യം കൊണ്ടാ. അയ്യോ, എടാ പശുവുണ്ട്, നിന്റെ പേരെന്താടാ? നിന്റെ പേര്? ഒന്ന് പോയടാ കൊച്ചിറക്കം. വന്ന് ഞങ്ങളുടെ സ്ഥലത്ത് വന്നിട്ട് ഞങ്ങളുടെ പേരെന്താന്ന് ചോദിക്കാം. നീ ഏതാടാ? ഓ, എല്ലാരും കലിപ്പ. എന്തായാലും കുഴപ്പമില്ല, ഇവിടെ തന്നെ നിൽക്കാം. ഇവൻ പാവാന്ന് തോന്നണ്. അയ്യോ, ഫ്രാങ്കിളിനെ കാണാന് കയറണ്. അയ്യോ, എടാ പശുണ്ട്, ഇറങ്ങി നിക്കടാ. എടാ നിങ്ങളുടെ തലവല്ലി ഇടിച്ച് ചത്തുപോകൂടാ. എടാ പൊക്കത്ത് നിക്കല്ലേടാ പശുണ്ട്. എടാ പൊക്കത്ത് നിക്കല്ലേ. എടാ ഒന്ന് പോടാ ഷിൻജാൻ കൊച്ചിറക്ക. ഞങ്ങൾ ഈ ഇടക്കൊന്നും അല്ല തുടങ്ങിയ പരിപാടിയല്ല. ഞങ്ങൾക്ക് സ്റ്റണ്ടിങ് ഒക്കെ അറിയാം. സ്റ്റണ്ടിങ് ഞങ്ങള് ഡെയിലി പോണേ ഇങ്ങനെ. നീ മിണ്ടാണ്ടിരിയടാ ഷിൻജാനെ ഒന്ന്. ഓ, അങ്ങനെയാണെങ്കിൽ ഞാൻ മിണ്ടണില്ല. എടാ അവിടെ തലയിടിച്ച് കിടക്കുമ്പോ എന്നോടൊന്നും പറഞ്ഞേക്കല്ലേട്ടോ. ഫ്രാങ്കിളിനെ സ്ഥലം എത്താറായ നമുക്കിറങ്ങാനുള്ള സ്ഥലം എത്താറായ. ആടാ ഷിൻജാൻ, നമുക്കിറങ്ങുന്ന സ്ഥലം എത്താറായി. നമുക്കുണ്ടല്ലോ ഈ ട്രെയിൻ നിർത്തത്തില്ല. നമുക്ക് ആ സ്ഥലം എത്തുമ്പോഴേ ചാടി അങ്ങ് ഇറങ്ങാട്ടാ. ചാടി ഇറങ്ങാനാ? അയ്യോ, എനിക്ക് പേടിയാവണ്. എന്തായാലും കുഴപ്പമില്ല, ചാടി ഇറങ്ങാം. ഇത്ര ആയല്ല. എടാ ഷിൻജാൻ, നമ്മൾ അങ്ങനെ സക്സസ്ഫുള്ളി ആ ട്രെയിൻ യാത്ര കംപ്ലീറ്റ് നമ്മൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് കുറച്ചും കൂടെ ദൂരം പോവാണ്ടാ. ആ പോണേന് മുന്നേ കുറച്ച് റിസ്ക് ഉള്ള വഴിയാണ്. എന്താ ഫ്രാങ്കിളിനെ, ഇതിപ്പോ മൊത്തം റിസ്ക് ആണല്ല. എനിക്ക് അവിടെ നിന്ന് ബോക്സിംഗ് ചെയ്താൽ മാത്രം മതിയായിരുന്നു. ഷിൻജാനെ നീ ഒന്ന് നോക്ക്. എടാ ഈ പാലം കണ്ട? ഈ പാലത്തെ താഴെ കൂടി അരുവി കണ്ട? ആ അരുവിയിലേക്ക് എടുത്തൊന്ന് ചാടണം. അത്രേ ഉള്ളൂ. ചെറിയ റിസ്ക്. നീ ബാ. ഞാൻ വന്നതുപോലെ നീ വന്നാ മതി. എടി ഈ നടുക്കത്തേക്ക് ചാടണം. ഈ നടുക്കാണ് നിറച്ച് വെള്ളം ഉള്ളത്. ഷിൻജാൻ ഓടി വാ. ഫ്രാങ്കിളിനെ വെള്ളത്തിലേക്ക് എടുത്ത് ചാടണോന്നാ? ഇവിടെ മുതലുകൾ വല്ലതും കാണൂല ഫ്രാങ്കിളിനെ. എനിക്ക് പേടിയാവണ്. എടാ മുതലയൊന്നുമില്ല, നീ ചാടി എന്റെ കൂടെ ചാടിയാ മതി. ഇങ്ങനെ ചാടി. അയ്യോ എടാ ഷിൻജാനേ, അയ്യോ. എടാ സൂക്ഷിച്ച് ചാടി.
എന്റെ കുഞ്ഞ് അവനെന്തി? അയ്യോ അവനെന്തിയ ഗൈസ്? അവൻ വെള്ളത്തിലേക്ക് എടുത്ത് ചാടിയാ? അയ്യോ അവനാണ് ചാടിയത്. എന്തോ സാധനം നിലത്തേക്ക് വിടല്ല. എടാ ഷിൻജാനെ, ഷിൻജാനെ കാണാനില്ലല്ല. എടാ ഷിൻജാനെ, എടാ നീ ചാടിയാ? അയ്യോ ഷിൻജാനെ കാണാനില്ലല്ല. എന്റെ പൊന്ന് ഗൈസ്, ഞാൻ വെള്ളത്തിന്റെ അടിയിൽ നോക്കട്ടെ. ഷിൻജാനെ, എന്റെ പൊന്ന് അവനെന്തി? അയ്യോ അവനെന്തി? എടാ ഷിൻജാനെ നീ ചാടിയാ? നീ ഫ്രാങ്ക്ലിനെ, ഞാൻ വെള്ളത്തിന്റെ അടിയിലുണ്ട്, വെള്ളത്തിന്റെ അടിയിലുണ്ട്. അയ്യോ അയ്യോ എന്നെ കൊണ്ട് വയ്യേ. ഓ ഫ്രാങ്ക്ലിനോടി അവിടെ കയറി. ഫ്രാങ്ക്ലിന് എങ്ങോട്ട് ഓടണത്? ഈ ഫ്രാങ്ക്ലിൻ എങ്ങോട്ട് ഓടി പോകണ്ടല്ല. ഫ്രാങ്ക്ലിന് ഇനി എങ്ങോട്ടാ ഫ്രാങ്ക്ലിനെ പോണ്ടത്? എനിക്ക് റിസ്ക് എടുത്ത് മടുത്ത്. എവിടെ ഇനി എങ്ങോട്ടാ പോണ്ടത്? ഫ്രാങ്ക്ലിനെ പറ, ഫ്രാങ്ക്ലിനെ പറ. എടാ ഷിൻജാനെ ഇനി പേടിക്കണ്ട. ഇനിയിപ്പൊ അപ്പ വന്നോളും. നമ്മുടെ മുത്തച്ഛൻ ഇങ്ങോട്ടേ സ്പീഡ് ബോട്ടായിട്ട് വരുമെന്നാ പറഞ്ഞത്. സ്പീഡ് ബോട്ടായിട്ട് മുത്തച്ഛൻ ഇങ്ങോട്ട് വരുമെന്ന? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം, ഫ്രാങ്ക്ലിനെ വെയിറ്റ് ചെയ്യാം. ഓഹോ, എന്റെ കൊച്ചുമക്കൾ ഇപ്പൊ വന്ന് കാണും അവിടെ. ഇടാ കൊച്ചുമക്കളെ, എത്തിയടാ, അപ്പൂപ്പൻ എത്തി. അപ്പൂപ്പന്റെ സ്പീഡ് ബോട്ടില് പായിക്കപ്പലിൽ അപ്പൂപ്പൻ ഇപ്പൊ വരാടാ മക്കളെ. നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്. അപ്പൂപ്പൻ എത്തി മക്കളെ, എത്തി. എടാ എന്റെ സ്പീഡ് ബോട്ടിൽ ഞാനൊന്ന് കേറട്ടെ. എന്റെ പായിക്കപ്പലില്. ഓ, എന്റെ പഴയ പുരാതന കാലത്തുള്ള വണ്ടിയാണ്. ഓ, വണ്ടി വളയ്ക്കട്ടെ. ഓ, ഇത് വളയണില്ലല്ല. കൊറേ നാളായി ഇതൊക്കെ ഓടിച്ചിട്ട്. എന്ത് ഇത് വളഞ്ഞ് വരാൻ സമയം എടുക്കും മക്കളെ. എടാ മക്കളെ, അപ്പൂപ്പൻ എത്തിയടാ മക്കളെ. ദേ എന്റെ ഷിൻജാനും ഫ്രാങ്ക്ലിൻ മോനും നിക്കണ്. എടാ മക്കളെ, അപ്പൂപ്പൻ എത്തി. കേറടാ, കേറ്. നമ്മുടെ പായിക്കപ്പലിൽ കേറ്. കേറ് പായിക്കപ്പലിൽ കേറടാ മക്കളെ. എടാ എന്റെ മക്കള് വന്നടാ എന്നെ കാണാൻ. എടാ ഇത്രയും ദൂരം നിങ്ങൾ വരൂന്ന് ഞാൻ വിചാരിച്ചില്ലടാ. പിന്നെ മുത്തച്ഛനെ കാണാൻ വേണ്ടി ഞങ്ങള് വരണ്ടേ മുത്തച്ഛ? ഓ, ഇതാണല്ലേ മുത്തച്ഛന്റെ സ്ഥലം. ഓ, ഇത് കൊള്ളാട്ടോ ഗൈസ്. ഈ കാട് മൊത്തം മുത്തച്ഛന്റെ ആണെന്നാ തോന്നണത്. ഓ, മുത്തച്ഛന്റെ കപ്പല്. ഈ കപ്പലും കൊള്ളാം, നല്ല രസമുണ്ട്. എനിക്ക് ഭയങ്കര രീതിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. ഇനി മുത്തച്ഛന്റെ വീട്ടില് പോയി അവിടെ കിടന്ന് എനിക്കൊന്ന് ആർമാദിക്കണം ഗൈസ്. അപ്പൊ മുത്തച്ഛന്റെ വീട് കാണാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മുത്തച്ഛന്റെ വീട് കാണണമെന്ന് താഴെ കമന്റ് ചെയ്യട്ടെ ഗൈസ്. കാരണം നമ്മൾ മുത്തച്ഛന്റെ വീടും കാര്യങ്ങളും എല്ലാം കൂടി കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ഈ വീഡിയോ ഭയങ്കര വലിയ വീഡിയോ ആയി പോകും ഗൈസ്. അപ്പൊ നമുക്ക് മുത്തച്ഛന്റെ വീഡിയോയിൽ വീടും കാര്യങ്ങളും എവിടെയാണ് മുത്തച്ഛന്റെ വീട്ടിൽ എന്തൊക്കെയുണ്ട്, പുലിയുണ്ടോ, കടുവയുണ്ടോ, സിംഹമുണ്ടോ എന്നൊക്കെ കാണിക്കണം വീഡിയോ ഗൈസ്. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം. നിങ്ങൾ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ കാണാൻ താല്പര്യം ഉണ്ടെന്ന് പറ ഗൈസ്. പിന്നെ വേറൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് ഗൈസ്, എന്റെ അടുത്ത ആഴ്ച വരെ 4-5 ദിവസം കഴിഞ്ഞ ഗൈസ് എന്റെ ചിഞ്ചാന്ന് എന്റെ ഡോറിമോനെയുള്ള ബോക്സിംഗ് മത്സരം ഉണ്ടാവും ഗൈസ് നമ്മുടെ സ്കൂളിൽ വെച്ച്. അപ്പൊ ഞാനാണ് ആ സ്കൂളിനെ റെപ്രസെന്റേറ്റ് ചെയ്ത് പോണത്. അപ്പൊ ഡോറിമോ മാത്രല്ല, കുറെ പേരുണ്ട്, കുറെ മല്ലന്മാരും ഉണ്ട് ഗൈസ്. അപ്പൊ അവരെയൊക്കെ ചിലപ്പോൾ ഇടിച്ച് തോപ്പിക്കണ വീഡിയോ ഒക്കെ കാണാം ഗൈസ്. അപ്പൊ അതിന്റെ വീഡിയോ എടുക്കെങ്കിൽ പറഞ്ഞാൽ മതി. ആ ഒരു മത്സരത്തിന്റെ വീഡിയോ നിങ്ങൾക്ക് കാണണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ആ വീഡിയോ ഇടാട്ടോ ഗൈസ്. അപ്പൊ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ ഗൈസ്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ ഗൈസ്, ബൈ.